ജോബ് ഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 2024 പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. IES, ISS അതായത് ഇന്ത്യൻ എക്കണോമിക് സർവീസ് ആൻഡ് ഇന്ത്യൻ സ്റ്റാറ്റിക് സർവീസിലോട്ടാണ് നിയമനം നടത്തുന്നതിന് വേണ്ടിയാണ് ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അവർ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് 10/4/2024 മുതൽ ലാസ്റ്റ് ഡേറ്റ് 30/4/2024 ലാസ്റ്റ് ഡേറ്റ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒഴിവുകൾ നോക്കാം. എക്കണോമിക് സർവീസിൽ നിലവിൽ 18 ഒഴിവുകൾ, അതുപോലെ ഇന്ത്യൻ സ്റ്റാറ്റിക്സ് 30 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നമുക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഏജ് ലിമിറ്റ് പറയുന്നത് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. അത് 1994-നും 2003-നും മധ്യ ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. അപ്പോൾ SC STക്കും അതുപോലെ തന്നെ മറ്റ് OBC കാറ്റഗറിക്ക് മറ്റുള്ളവർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കുക എന്താണെന്നുള്ളത്. അപ്പോൾ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇന്ത്യൻ എക്കണോമിക് സർവീസിലോട്ട് വേണ്ടത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് ഇൻ എക്കണോമിക്സ്, അതുപോലെ തന്നെ അപ്ലൈഡ് എക്കണോമിക്സ്, ബിസിനസ് എക്കണോമിക്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് വേണ്ടത്. സ്റ്റാറ്റിക്സിലാണെങ്കിൽ സ്റ്റാറ്റിക്സ് സർവീസിലായിട്ട് വേണ്ടത് ഡിഗ്രിയാണ് വേണ്ടത്, ബാച്ചിലർ ഡിഗ്രിയാണ് വേണ്ടത് വിത്ത് സ്റ്റാറ്റിക്സ്. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിക്സ്, അപ്ലൈ സ്റ്റാറ്റിക്സ് ഡിഗ്രിയാണ് വേണ്ടത്. അപ്പോൾ ഡിഗ്രിക്കാർക്ക് സ്റ്റാറ്റിക്സ് സർവീസിലോട്ട് അപ്ലൈ ചെയ്യാം. അതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായാൽ മാത്രമേ IES അതായത് ഇന്ത്യൻ എക്കണോമിക് സർവീസിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന് ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. 200 രൂപയാണ് അപേക്ഷാ ഫീസ്. അതുപോലെ SC ST മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല, സ്ത്രീകൾക്കും ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടായിരുന്നു പറഞ്ഞായിരുന്നു. അവർ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ്ണ അവസരമാണ്. അപ്പം ഞാൻ ഈ ഔദ്യോഗിക നോട്ടിഫിക്കേഷനും വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ നല്ല ശമ്പളത്തിൽ നമുക്കൊരു ജോലി, സെൻട്രൽ ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതിലേക്ക് ബൈ.